HTML comes with many reserved characters. So, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് how to replace those HTML reserved characters. അതിനുവേണ്ടി ഞാനൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, entities. So, we are going to discuss about entities. As usual, ഞാൻ പാരഗ്രാഫിലെ ഡാറ്റാസ് കോപ്പി ചെയ്ത് എൻറ്റിറ്റീസിലോട്ടേക്ക് പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ ഞാനൊരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് സം ടെക്സ്റ്റ്. യു ക്യാൻ സീ ഇവിടെ ഞാൻ സം ടെക്സ്റ്റിൻ്റെ ഇടയിലായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ സ്പേസിൻ്റെ എണ്ണം കൂട്ടുവാണ്. ബട്ട് ദർ ഈസ് നോ ചേഞ്ച് ഹിയർ. ഞാനിവിടെ സ്പേസിൻ്റെ എണ്ണം എത്ര കണ്ട് കൂട്ടിയിട്ടും ഇവിടെ അതിനൊരു ചേഞ്ച് ഇല്ല. ഈ ചേഞ്ച് നമ്മുടെ വെബ്സൈറ്റിൽ അപ്പിയർ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് എൻറ്റിറ്റീസ്. സോ നമുക്ക് വൈറ്റ് സ്പേസിന് വേണ്ടിയിട്ടുള്ള എൻറ്റിറ്റീസാണ്. ഓക്കെ, ഐ വിൽ ഷോ യു. First ampersand, you can see this means non-break space. NBSP stands for non-break space. So ഞാനിത് കോപ്പി ചെയ്ത് ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്യുവാണ്. സോ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ വെബ് പേജിൽ സ്പേസസിൻ്റെ എണ്ണം കൂടുന്നത് നിങ്ങൾക്ക് കാണാം. സോ ഈ NBSP ആംബർസൺ NBSP സെമിക്കോളൻ ഈ സിൻടാക്സ് ആണ് സ്പേസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതല്ലാതെ യു ക്യാൻ യൂസ് അനദർ വൺ. സ്പേസിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് വേറൊരു സിമ്പലും കൂടി. ഫോർ ദാറ്റ് ആംബർസാൻഡ് and number sign and a number. So 160. Okay, ഞാനിത് കോപ്പി ചെയ്തു ആൻഡ് ഐ എം ഗോയിങ് ടു പേസ്റ്റ് ദിസ്. സോ നിങ്ങൾക്ക് കാണാം സ്പേസിൻ്റെ എണ്ണം ഇവിടെ കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു നമ്മുടെ ടാഗിന് വേണ്ടിയിട്ട് നമ്മളൊരു ആംഗിൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആംഗിൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ 4<5, ഇവിടെ ഒരു ചേഞ്ചും തന്നെ ഈ വെബ് പേജിൽ വരുന്നില്ല. സോ നമുക്ക് ഇതിന് പകരം ഒരു എൻറ്റിറ്റീസ് യൂസ് ചെയ്യണം. ഫോർ ദാറ്റ് നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് HTML എൻറ്റിറ്റീസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ അത് w3.org എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ എൻറ്റിറ്റീസിൻ്റെയും HTML എൻറ്റിറ്റീസിൻ്റെയും ലിസ്റ്റ് ഇവിടെ കാണാം. നമുക്ക് ഏതാണോ വേണ്ടത് അത് ഇവിടെ നിന്ന് യൂസ് ചെയ്യാം. നമുക്ക് ഈ സൈനാണ് വേണ്ടത്. സോ ഇവിടെ ആംബർസൺ LT, ആംബർസൺ ക്യാപിറ്റൽ LT, അങ്ങനെ ഒരുപാടുണ്ട്. നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. കോപ്പി ചെയ്ത് ഇവിടെ ഈ ഒരു സൈനിന് പകരമായിട്ട് കൊടുക്കാം. യെസ്, യു ക്യാൻ സീ നമ്മുടെ വെബ് പേജിൽ ഇത് വന്നിട്ടുണ്ട്. സിമിലർലി നമ്മളിതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുള്ളതും കണ്ടു. ജസ്റ്റ് അതും കൂടി നോക്കാം. ഓക്കെ, സോ ഇതാണ് HTML എൻറ്റിറ്റീസ്.